ഞാൻ 38 years ആയി. 38 years കഴിഞ്ഞു. ഓക്കെ പോണേ, പോയിട്ടെ ചാവി ഉണ്ടല്ലോ. ബൈ. Arabia was a dry, arid place which was known for jinns and camels and angry sheikhs. I could never understand how people from a temperate climate like Kerala would go to such a place and find such immense joy. I could never understand their intense desire to find work in Dubai. But once I came here and I saw the steel and glass and the movement from air-conditioned spaces to air-conditioned spaces in air-conditioned cars, I could understand the fascination. As a kid, I remember going to pick up my uncle from the airport. He used to have these big bags. Back at home, when they used to open those bags, the smell used to waft out of it, and it used to fill the entire house for the next whole month, you know. And that was Dubai for me, you know. I really wanted to put a picture to that, you know. I wanted to see what it's like, but somehow it never worked out, me getting to Dubai. It took a while, and here I am in Dubai. മനുഷ്യൻ്റെ ജീവിതം തന്നെ അത്തരത്തിലുള്ള പ്രവാസമാണ്, മുഴുവൻ പ്രവാസമാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പം എന്താ പറയുക, കുറച്ചുകൂടി ഈസിയായ കാര്യങ്ങൾ, കുറച്ചുകൂടെ ഈ നിയമവും കാര്യങ്ങളും ഒക്കെ അതിനെ എന്താ വിലക്കുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യൻ എപ്പോഴും ഈ പ്രവാസത്തിലാണ്. ഈ നല്ല നാളെ അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയിപ്പം വരാനിരിക്കുന്ന കാലം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് മനുഷ്യൻ വേറെ എവിടേക്കെങ്കിലും പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക പ്രവാസത്തിനായിട്ട്. കാരണം ഭൂമി മനുഷ്യവാസയോഗ്യമല്ലാതാകാൻ കൂടി വന്നാൽ ഇനിയും എത്ര നൂറ്റാണ്ടിൻ്റെ ശേഷിക്കുന്നു എന്നുള്ളതാണ്. ഒരു മേ ബി ഒരു 300-400 years മാക്സിമം. അപ്പോഴത്തേക്ക് ഇത് നമ്മൾ ഇവിടുത്തെ റിസോഴ്സസ് ഡിപ്ലീറ്റ് ആവും. പിന്നെ ഭൂമി തന്നെ വാസയോഗ്യമല്ലാതാവും. പൊല്യൂഷൻ കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. വെള്ളമില്ലാതാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും സോഴ്സസിലേക്ക് പോകുന്നത്. ആഫ്രിക്കയിൽ നിന്നാണല്ലോ ഈ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നുള്ള ഫസ്റ്റ് വേവ് ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ മൈഗ്രേഷൻ ഔട്ട് ഓഫ് ആഫ്രിക്ക വാസ് ത്രൂ ദി കോസ്റ്റ്ലി ബെൽറ്റ്. നമ്മൾ 7th പഠിക്കുമ്പോൾ കേരളത്തിൻ്റെ മാപ്പ് വരും, ട്രേസ് പേപ്പറിൽ ആദ്യം വരും, എന്നിട്ടത് മാപ്പ് ഡ്രോയിങ് ബുക്ക് എന്ന് പറഞ്ഞതിൽ കേരളം വരും. ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന 7th. അപ്പോൾ തന്നെ നമ്മൾ സോഷ്യൽ സ്റ്റഡീസാണ് പഠിക്കുന്നത്. യൂറോപ്യൻസ് കൂടുതൽ ഇതേപോലെ യാത്രികരും എക്സ്പ്ലോറേഴ്സ് ആവാനൊക്കെ കാരണം അവർക്ക് നീണ്ട കടൽ തീരം, കൊച്ചു കൊച്ചു തുറമുഖങ്ങളുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ നമ്മുടെ ചെറിയ മനസ്സിൽ തോന്നുന്നുണ്ട്, നമുക്കുണ്ടല്ലോ നീണ്ട കടൽ തീരം. കേരളത്തിന് വരയ്ക്കുക അന്ന് ചെറിയ ബുദ്ധിയിൽ തോന്നുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒടിഞ്ഞു മുടങ്ങിയല്ലേ വരയ്ക്കുന്നത്. ധാരാളം കൊച്ചു കൊച്ചു തുറമുഖങ്ങൾ, 44 നദികളുണ്ടെന്ന് മതി തുറമുഖം. നമുക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? Asia already has a very intense and long history of maritime relation and maritime trade, and many kingdoms and even empires have been built on the benefits drawn from this maritime trade. So of course we all know that for instance Ashoka conquers Kalinga in order to control this access to the sea trade. 849 വയനാട്ടിലെ രാജാവ് ഉണ്ടാക്കിയിട്ട് അതിന് അതിൻ്റെ മെയിൻ്റനൻസിന് കുറേ ഏർപ്പാടുകളൊക്കെ ചെയ്തു. കുറേ വെള്ളാളരെ, ഈഴവരെ, തച്ചരെ ഒക്കെ കുടുംബങ്ങളൊക്കെ ഒരു സഹായത്തിന് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മെയിൻ്റനൻസിനും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് കച്ചവട സംഘങ്ങളിൽ ചില ഗിൽഡ്സ്, അത് സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ ഒരു ഗിൽഡ് മണിഗ്രാം എന്ന് പറഞ്ഞിട്ട്, ജ്യൂസിൻ്റെ ഒരു ഗിൽഡ് അഞ്ചുമൻ എന്ന് പറഞ്ഞിട്ട്,
പിന്നെ 5-6 അറബ് മുസ്ലിം ട്രേഡേഴ്സ്. ഈ 3 കൂട്ടരും ഉണ്ട്. പിന്നെ രാജാവിൻ്റെ സൈന്യങ്ങളും ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ പള്ളിയുടെ സംരക്ഷണം നടത്തേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായില്ല. അപ്പം അതിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിൽ ഈ അറബ് മർച്ചൻസ് പിന്നെ അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്നൊരു ലിപിയുണ്ട്, ടൂഫിക് എന്ന് പറയും. ടൂഫിക് ലിപിയിലാണ് എഴുതി ഖുറാനിലൊക്കെ ഉള്ള പേരുകളൊക്കെ തന്നെ കാണുന്നത്. No, you see, while taking up maritime studies or maritime history, we will be able to highlight our own technology. Because we had the technology of navigation. We were using an instrument called Rapalaga. So even when Vasco da Gama came, he was surprised that Indians were able to reach the East African coast. And then he wanted to see what is the instrument whereby we made the decision regarding the position or the direction, finding out how did we use it. So this can highlight our own technology. അറബികൾ വരുന്നു, ചൈനക്കാർ വരുന്നു, അതുപോലെ സിലോൺ എന്ന ആളുകൾ വരുന്നു. ഇങ്ങനെയൊക്കെ പറയുക എന്നുള്ള അല്ലാതെയുണ്ട് ഒരു മലയാളി അപ്പുറത്തേക്ക് പോയി എന്നുള്ള തരത്തിൽ എവിടെയും രേഖപ്പെടുത്തപ്പെടുന്നു. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും കുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം പോയിട്ടുണ്ടായിരിക്കും. Stephen said about him. He is working on Bernice. It is on the coast, on the Red Sea area. So he says how the people from Alexandria came to Malabar coast, to Masiris and then to Alexandria. There's an important port called Berenike, which is in the Red Sea. Now, that they've found there from about 700 BCE, that's 700 before Christ. They have found many, many Indian products there. And it's clear that these were brought to this place by Indian traders. Then the Romans picked them up, came from the Mediterranean, obviously, from Alexandria, down to this Berenike in the Red Sea, and picked up the goods there. So that the initiative for this trade really was not so much for the Romans as for the Indian traders who did a large part of the trade themselves. When you walk the streets of Calicut, there's nothing to distinguish it from any other seaside town in North Kerala. But fact remains that at one time, this place was the melting pot of a large number of cultures from different parts of the world. There were Arabs, there were Africans, there were Europeans, all manner of people traded here. But the single largest community that had the greatest influence on Calicut were the Arabs. Their influence can be seen in the food, in the clothes, in the faith that people follow. And almost everything in Calicut you can find some kind of an Arab influence. It's a surprisingly obscure fact that the other community which had a great influence in Calicut were the Chinese. ചൈനീസ് എംപറർ അയാള് 500 കപ്പലുള്ള ഒരു ഫ്ലീറ്റ് ഇങ്ങോട്ട് അയക്കുകയാണ്. അങ്ങോട്ടല്ല അയക്കണത്, അവർക്ക് വേണ്ടത് അലക്സാണ്ട്രിയയിൽ എത്താൻ. യൂറോപ്പിലെ അലക്സാണ്ടർ ഉണ്ടാക്കിയ സിറ്റി ഉണ്ട്, ഈജിപ്തിൻ്റെ നോർത്തേൺ മെഡിറ്ററേനിയൻ്റെ, അത് വലിയ ട്രേഡ് സെൻ്റർ ആയിരുന്നു. അതിനെപ്പറ്റി അവർ കേട്ടിട്ടുണ്ടാവും. അതുമായിട്ട് അവർക്ക് കച്ചവട ബന്ധമുണ്ട്, കരവഴിക്ക്, ഈ സിൽക്ക് റൂട്ട് എന്ന് പറയില്ല. ചൈന ഒരിക്കലും ഇവിടെ ഒരു ഇമ്പീരിയൽ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വന്നിട്ടില്ല. അത് ഇന്ത്യയിൽ വന്നിട്ടുള്ള യൂറോപ്യൻസ് അല്ലാതെ വേറെ ആരും ശ്രമിച്ചിട്ടില്ല. യൂറോപ്യൻസ് എന്ത് ചെയ്തു, ഇവിടെ ഒരു ഇമ്പീരിയൽ സ്റ്റേറ്റ് എടുത്തിട്ട് ഇവിടുത്തെ വെൽത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അതാണ് ഇമ്പീരിയലിസം. മറ്റേത് പോർച്ചുഗീസ് ഇവിടെ വന്നു, അല്ല മറ്റേ മുഗളന്മാർ വന്നു, വെട്ടിപ്പിടിച്ചു, ഇവിടെ താമസിച്ചു, ഇവിടെ വിവാഹം കഴിച്ചു. അവരുടെ അനന്ത തലമുറകളൊക്കെ ഇപ്പം തന്നെ എൻ്റെ ഹൈക്കോർട്ടിലെ സുപ്രീം കോടതിയിലെ കേസ് നോക്കുന്നത് മുഗൾ ഫാമിലിയുടെ അടുത്താണ്. അപ്പോൾ അവർ ഇവിടെ തന്നെ താമസിച്ചു. മറിച്ച് ബ്രിട്ടനിലുള്ള ഒരാൾ പോലും ഇവിടെ ഡൊമിസൈൽ ചെയ്തിട്ടില്ല. അവരും ഇവിടുത്തെ വെൽത്ത് മുഴുവനും ബ്രിട്ടനെ കൊണ്ടുപോകും. It was during the 15th century that the Ottoman Turks were in control of Constantinople, which today is Turkey. Right? So these people, they blocked the overland trade routes. They were only told to bring them in the block. So
The next thing to do is find another way. So Vasco da Gama, who was the seafarer, he sailed from Portugal, leaving Lisbon in the month of July 1497. The fourth crusade actually was diverted by Venice towards Constantinople, to loot Constantinople, and to ensure that Venice would have very important privileged positions in this trade with the East. So you have another instance of very intimate relation between trade and religion. So when Vasco da Gama arrives in the Malabar coast, he carries all this background. വന്നവരെല്ലാം കച്ചവടത്തിന് മാത്രമേ വന്നിട്ടുള്ളൂ. ഇവർക്കാണ് ഇവിടെ ഒരു എംപയർ സ്ഥാപിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ കമേഴ്സ്യൽ രണ്ടും ഉണ്ട്. Then the Portuguese decided that the Indian Ocean region should be taken away from the hands of the Muslims or the Arab merchants and brought into the hands of the Portuguese. So this was another purpose. And moreover, by the fall of Constantinople in 1453, they were not able to get things in Constantinople. In that way, I guess it's a turning point, because for the first time someone is trying to dominate the ocean as well as the land. Huh? And that's new in Indian history, certainly. But in terms of their economic success, they actually are not nearly as successful as they expected. അവർ കൊണ്ടുവന്ന സാധനങ്ങൾ വിൽക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അപ്പോൾ അതിന് തൽക്കാലം ഒരു ഫാക്ടറി ഇവിടെ പണിയാൻ അനുവാദം തരുമെന്ന് ചോദിച്ചു. പക്ഷേ സാമൂതിരി അതിന് സമ്മതം കൊടുത്തില്ല. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞപ്പോൾ ഫൈറ്റ് ആരംഭിച്ചു. ദെൻ ഗാമ വെന്റ് ടു കൊച്ചി. അപ്പോൾ കൊച്ചിയിൽ നിന്നാണ് പിന്നീട് എക്സ്പോർട്ട് പോകുന്നത്. ഇത് വർദ്ധിച്ചു വന്നു. അവർ സൈന്യങ്ങളെയൊക്കെ അയച്ചു. കൊച്ചി ഏതാണ്ട് കീഴടക്കി തന്നെ പറയാം. പിന്നെ സ്ഥിരമായിട്ട് ഇതുണ്ടായി, മുസ്ലിംസായിട്ട് ഫൈറ്റ് ഉണ്ടായി, ഒരു നൂറ്റാണ്ട് മുഴുവൻ ഉണ്ടായല്ലോ. The process here is that from very early on you have these Arab traders. Then in the 7th century they convert to Islam and they continue to trade. And I think what happens here is that if you're a local person who's selling pepper here in Kochi, let's say, a foreign trader who's a Muslim comes along and wants to trade with you, then he may make it clear that he really would prefer to deal with a fellow Muslim. And so if you were prepared as a local person here to become Muslim, then that probably would mean the trade would go better. So it's that sort of informal pressure, I think. وذاك أن أخبث الأخلاق المقتدى لا نجس الطرائق عاد عدو الله والرسول ودينه وأمة الرسول وهو الفجر نجا عابد الصلبان وساجد الصورة والأوثان كريهة الهيئة والأشكال أزارق العينين كالأغوال يبول كالكلب ومن يطهر فخارج عن دينه فيجبر ذو المكر والطغيان والخديعة أبعد خلق الله عن طهارته وقتلهم من غير ذنب صادر وظلم كل وارد وصادر ثم غدا مخالفا للسامري من بعد ما كان كعبد صاغر ولم يزل يفعل ما يضره ويسعى إلى الذي يضره. റാപ്പിഡ് ഇസ്ലാമൈസേഷൻ എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞ ഒരു 10-40 വർഷത്തിൻ്റെ നടന്നുണ്ട്. പെട്രോളോളത്തിൻ്റെ അധികമായ വരവോടുകൂടി ഈ പിന്നെ ഇസ്ലാം കൾച്ചറിന് കൂടുതൽ പ്രാമുഖ്യം നൽകി ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വന്നതോടുകൂടി ഇന്ത്യൻ ഇൻഫ്ലുവൻസ് കുറയുകയും അവർ കൂടുതലും ഇസ്ലാമിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്യപ്പെട്ടു. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യൻ കൾച്ചർ അവിടെ ഇത്തരം പ്രദേശങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു.
ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ കോസ്മോപൊളിറ്റൻ സിറ്റി. ലോക്കൽ പോപ്പുലേഷൻ വളരെ കുറവാണ്. നമ്മൾ റോഡിലേക്ക് നടക്കുന്ന ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, ഷോപ്പിംഗ് മാൾ ഈസ് ദ പ്ലേസ് വെർ യു ഫൈൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ, നോട്ട് ഇൻ ദ സ്ട്രീറ്റ്സ്. നമ്മുടെ നാടിനെ പോലുള്ള സ്ട്രീറ്റ്സിലൊക്കെ ആളുകൾ കുറവാണ്, സ്ട്രീറ്റിൽ കൂടുതൽ കാറുകളാണ്. അപ്പോൾ ഇവിടെ ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ വിൽ ഫൈൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ. ബട്ട് ഈ ഷോപ്പിംഗ് മാളുകളിൽ തന്നെ ക്രൗഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 90-95% of the people visiting the malls are expatriates. Locals വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ചില പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവർ പോവുകയും എൻ്റർടൈൻ ചെയ്യുകയൊക്കെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. It's almost like apartheid. അതെ, some sort of an apartheid. Dubai is a small place as well. I have to, I mean, this is how they are positioned. It's Ras Al Khaimah, it's Ajman, Sharjah, Dubai, Abu Dhabi. It's all on a straight road. You can't. You have to take a ferry and go out into the ocean and catch it. Sham ko jab iftar ka time hai 7:10 ya 7:12 ko hai, where you can sit and have the iftar and you can ask them any question about the Arabic. They're nice. They'll talk like that. They are young dudes, man. They are so cool. They're so connected. People ask them all kinds of really stupid questions, man. Last time I was there, one lady was asking, "So, how many wives does your father have?" And he was really cool. He said only one, thankfully. And the guys who have volunteered are pretty, open and westernized in their outlook also. So they have very good command over English. They have a good vocabulary, and they are all graduates and masters students from the universities here. So they have a very cool concept, which is a hybrid of both the traditional Arabic and the Western culture. See, I'm working with colleagues, so diplomatic, so well behaved there, and all credit to their parents, how they brought up, how respectful they are. Some people are really, I'm proud of. I cannot help but mention they've been brought up quite appropriately, and I find it also lot of these Arab boys and all, they come from good families and all, how polite and how Quranic in their behavior they are, so well behaved. Excuse me. This ticket is where? Spice Jet is in Sharaf Travel near Barjuman. Near Barjuman. The Barjuman is where? Barjuman is here. Okay. Sharaf is here. Okay, for example, this the signal. I go to this left and right side this. Yeah. Oh, okay, right side this. Left side. What name is? Sharaf Travel. Sharaf Travel. Okay. It is so many. Virgin Atlantic is there. Virgin Mega Store is there. That area. Max is there. So they have a separate building. Sharaf Travel. Okay. Thank you. വണ്ടി കൊണ്ടുവരാൻ ഭയങ്കര പ്രയാസം, അതുപോലെ ട്രാഫിക്. ഒരു 1974 നവംബറിലാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങി. അന്നാണ് എനിക്ക് 21 വയസ്സ് കംപ്ലീറ്റ് ആയത്. ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുമെന്നുള്ള ആ ഒരു തോന്നൽ ഉണ്ടായി, മനസ്സിലുണ്ടായി. നാട്ടിൽ ജീവിക്കുന്നതിനെക്കാട്ടില്ല, നാട്ടിൽ നമ്മളെ സംബന്ധിച്ചുള്ള ജോലിക്കൊക്കെ ബുദ്ധിമുട്ടും, അന്ന് ജോലി ഇതുപോലെ ഇത്രയും ഇതില്ല. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അവിടെ നിന്ന് കയറി ബോംബെ വന്നു. ബോംബെയിൽ നിന്ന് നേരെ അന്നത്തെ കാലത്തൊക്കെ ആൾക്കാർ ബോംബെയിൽ നിന്ന് ഷിപ്പിലും ലോഞ്ചിലും ഒക്കെ വരുന്നു. അന്നിങ്ങനെയോ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അവിടെ നിന്ന് പ്ലെയിനിലൂടെ വന്നു, കുവൈറ്റ് സർവീസിലൂടെ വന്നു, ദുബൈയിൽ ഇറങ്ങി. അപ്പോൾ ഞാനിങ്ങനെ എയർപോർട്ടിൽ വെളിയിലിറങ്ങി ഇങ്ങനെ ഒരു ചെറിയ ഹാൻഡ് ബാഗുമായിട്ട് എനിക്ക് മുഖപരിചയമുള്ള ഒരാൾ വന്നു.
എൻ്റെ കൂടെ പഠിച്ച ഒരാൾ അവനവിടെ വന്ന് എന്നോട് ചോദിച്ചു എന്താ ഇവിടെ അവൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ട് വന്ന് വരിക, എനിക്കാരും ഇല്ല ഇവിടെ ഒന്നുമില്ല. അപ്പം പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, അങ്ങനെ ആരും ഇല്ല, നീ എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് വിസ തന്നിട്ടുണ്ട്, അവരുടെ ടെലിഫോൺ നമ്പരും കാര്യങ്ങളും ഒക്കെ ഇതുണ്ട്, അപ്പോൾ അതനുസരിച്ച് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഓക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ഇന്നടത്ത് താമസിക്കുന്നത് പറയുകയും ചെയ്തു. പിറ്റേ ദിവസം അവരെ ചെന്ന് കണ്ടു. അവരുടെ അന്ന് മുതൽ അവരുടെ റൂമിലാണ് താമസിക്കുന്നത്. ഞാൻ ഇങ്ങനെ ജോലി അനുസരിച്ചപ്പം എൻ്റെ ഒരു ഒരു എൻ്റെ അമ്മയുടെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ ഇവിടെ ഒരു നല്ല പൊസിഷനിൽ ജോലി ചെയ്യുക, ഒരു ടാക്സ് കമ്പനി എന്ന് പറയുന്നത്, അവിടുത്തെ പ്രൊജക്റ്റ് മാനേജർ. അങ്ങനെ ഇവിടെ ഉണ്ടെന്നുള്ള അറിഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ കാണാനായിട്ട് ഒരു ദിവസം ഓഫീസിൽ പോയി. അങ്ങനെ ഓഫീസിൽ പോയി അവിടെ ചെന്ന് അങ്ങനെയോട് പറഞ്ഞു ഞാൻ ഇന്ന വീട്ടിലെയാണ്, ഇന്നയാളുടെ മകനാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ വന്നിട്ട് എത്ര നാളായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 4-5 മാസമായി ഇവിടെ വന്നിട്ട്, എനിക്ക് ജോലിയൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ നിൻ്റെ പേരെന്താ, നിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താ എന്ന് പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽസൊക്കെ പുള്ളിയോട് പറഞ്ഞു. നീ ഏതായാലും രാവിലെ വാ എന്ന് പറഞ്ഞു. രാവിലെ പിറ്റേ ദിവസം രാവിലെ ഞാൻ നല്ല പൊട്ടപ്പനായി അവിടെ ചെന്നു. അപ്പോൾ പുള്ളി അവിടെ സ്റ്റോറിൽ ഒരാളുണ്ട്, ഒരു മലയാളി സ്റ്റോറിൻ്റെ ഇൻചാർജ്. അപ്പം പുള്ളി അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു റിലേറ്റീവാണ്, ഇവനവിടെ സ്റ്റോറിൽ ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ സ്റ്റോറിൽ അവിടെ കൊണ്ട് ഒരു ടേബിളും ചെയറും ഒക്കെ ഉണ്ട്, അവിടെ ഇരുത്തി നമ്മുടെ നാട്ടുകാരായ കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനും അങ്ങനെ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരും ഏകദേശം 1 വർഷത്തോളം അവിടെ ജോലി ചെയ്യും. അവിടുത്തെ എയർപോർട്ടിൽ ജോലി ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഒരാഗ്രഹം എയർപോർട്ടിൽ കുറച്ചുകൂടെ അന്നത്തെ നിലയനുസരിച്ച് എയർപോർട്ടിൽ ജോലി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയൊരു മാറ്റം മാതിരി എനിക്ക് തോന്നി. അതാ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ള ജോലിയാണെന്നുള്ളത് തോന്നി. അങ്ങനെ ഞാൻ നമ്മുടെ എയർപോർട്ട് ജോലിയുള്ള ഒരാളെ എനിക്ക് സഹായത്തിന് അങ്ങനെ വന്നു. ചിലത് മാടപ്പള്ളിക്കാരനാണ്, മാടപ്പള്ളിയിൽ നിന്ന് കല്യാണം കഴിച്ചതാണ്. മണിനായർ എന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ അവിടുത്തെ എൻജിനീയറിങ്ങിൻ്റെ ഒരു മാനേജർ. പുള്ളി എന്നെ ഒരുപാട് സഹായിച്ചെന്ന് പറഞ്ഞാൽ പുള്ളി അന്ന് മുതൽ എനിക്ക് ചിലവിന് പൈസ തരികയും എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരികയും അത് വയ്ക്കുകയും എല്ലാം വളരെ വേണ്ട രീതിക്ക് ഓരോരു അനിയനെ മാതിരി എന്നെ കരുതി ഇതെല്ലാം വാങ്ങിച്ചു തന്നു. പുള്ളി എന്നെ എയർപോർട്ടിൽ ജോലിക്കും ഏർപ്പാട് ചെയ്ത് ജോലിക്കും എല്ലാം ജോലി കിട്ടി, ഏർപ്പാട് ചെയ്ത് ജോലിയും കിട്ടി. അവിടുത്തെ എയർപോർട്ടിലെ വിസയാക്കി. അന്ന് മുതൽ എൻ്റെ ജീവിതം തുടങ്ങുക ഒരു നല്ല ഇതിൽ.